Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം. MDMAയുമായി യുവതികളും യുവാക്കളും എക്സൈസിന്റെ പിടിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനി, കോൾമൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 2 യുവതികളെയും 2 യുവാക്കളെയും പിടികൂടിയത്. ഓലയമ്പാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓലയമ്പാടി മടയമ്മക്കുളത്തെ VV കുഞ്ഞാമിനയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. പയ്യന്നൂർ പെരുമ്പയിൽ PWയുടെ ഓവുചാൽ നിർമ്മാണം ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. നേരത്തെ വെട്ടിമാറ്റിയ കൂറ്റൻ മരത്തിന്റെ വേര് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO അഴിമതി കേസിൽ പ്രതി ചേർത്ത സംഭവത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം. MDMAയുമായി യുവതികളും യുവാക്കളും എക്സൈസിന്റെ പിടിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനി, കോൾമൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 2 യുവതികളെയും 2 യുവാക്കളെയും പിടികൂടിയത്. ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം നടത്തിയ യുവതികളും യുവാക്കളും MDMAയുമായി എക്സൈസിന്റെ പിടിയിലായി. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനി, കോൾമൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ മട്ടന്നൂർ മരുതായ സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീർ, ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നീ യുവതികളെയുമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 490 മില്ലി MDMA ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടി. യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു. വീട്ടിൽ നിന്നും വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നു. ഇതുവരെ എക്സൈസ് പിടിച്ചപ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇവർ ലോഡ്ജിലാണെന്ന് മനസ്സിലാക്കിയത്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് എക്സൈസ് അന്വേഷിച്ചു വരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി VV, അഷറഫ് മലപ്പട്ടം, പ്രിവന്റീവ് ഓഫീസർമാരായ നികേഷ്, ഫെമിൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത്ത്, കലേഷ്, സൈനേഷ്, വിനോദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും ഇവരെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓലയമ്പാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓലയമ്പാടി മടയമ്മക്കുളത്തെ VV കുഞ്ഞാമിനയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ഓലയമ്പാടി മടയമ്മക്കുളത്തെ VV കുഞ്ഞാമിനിയുടെ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ബുധനാഴ്ച സമീപത്തുള്ള UP സ്കൂൾ വാർഷികാഘോഷ പരിപാടി കാണാൻ കുഞ്ഞാമിനിയും 2 മക്കളും പോയിരുന്നു. തിരിച്ച് ഈ വീട്ടിലേക്ക് വരാതെ കുളിയപ്പുറത്തെ ഉമ്മയുടെ വീട്ടിലേക്കാണ് ഇവർ പോയത്. ആ സമയത്താകാം മോഷണം നടന്നത് എന്ന് കരുതുന്നു. വ്യാഴാഴ്ച രാത്രി കുഞ്ഞാമിനിയുടെ മൂത്തമകൾ ഫാത്തിമ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ പിറകുവശത്ത് വീടിനോട് ചേർന്ന കിണറിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് വീടിന്റെ അകത്ത് കടന്നത്. വീടിനകത്ത് 2 മുറികളിൽ അലമാരിയിലും മേശയിലുമായി സൂക്ഷിച്ച 29 പവൻ സ്വർണവും 20,000 രൂപയുമാണ് മോഷണം പോയത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു.
പെരിങ്ങോം പോലീസ് CI മെൽബിൻ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ പെരുമ്പയിൽ PWDയുടെ ഓവുചാൽ നിർമ്മാണം ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. നേരത്തെ വെട്ടിമാറ്റിയ കൂറ്റൻ മരത്തിന്റെ വേര് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പയിൽ മരച്ചുവട് നീക്കം ചെയ്യാതെ ഡ്രൈനേജ് നിർമ്മിക്കാനുള്ള നീക്കമാണ് രാവിലെ ഡ്രൈവർമാരും പരിസരത്തുള്ളവരും ചേർന്ന് തടഞ്ഞത്. പെരുമ്പ മുത്തപ്പൻ മടപ്പുര ജംഗ്ഷന് സമീപമുള്ള കൂറ്റൻ മരം മാസങ്ങൾക്ക് മുൻപാണ് മുറിച്ചുമാറ്റിയത്. ഈ മരത്തിന്റെ തായ്തടിയുടെ ശേഷിപ്പും വേരുപടലവും നീക്കം ചെയ്യാതെ ഇവിടെ ശേഷിച്ചിട്ടുണ്ട്. ശാശ്വത പരിഹാരമാണെങ്കിൽ ആ ഒരു മരം മുറിച്ചിന് വലിയ മരം, ആ മരത്തിൻ്റെ കുറ്റി കൂടെ പൊരിച്ചതിന് ശേഷം ആക്കി കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരിസരവാസികളെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ കിണറിൽ വെള്ളം എന്ന് പറഞ്ഞിട്ടില്ല, ഇത് മുമ്പേ ഇല്ല വിഷയമാണ്. അത് ശാശ്വത പരിഹാരമല്ലാണ്ട് അതാക്കിയിട്ട് കാര്യമില്ലാന്ന് ആണ് നമുക്ക് പറയുന്നത്. ഇതിനോട് ചേർന്ന് ഡ്രൈനേജ് നിർമ്മിക്കാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഓട അടഞ്ഞുപോയതിനാൽ തൊട്ടടുത്ത പൊതുകിണറിലെ വെള്ളം ഉപയോഗശൂന്യമായിരുന്നു. ഇതുൾപ്പെടെ പരിഹരിക്കാനാണ് ഓട നിർമ്മിക്കുന്നത്. എന്നാൽ കൂറ്റൻ മരത്തിന്റെ കുറ്റിയും വേരും നീക്കം ചെയ്യാതെ ഓട നിർമ്മിച്ചാൽ വളരെ വേഗം അത് തകരുമെന്നാണ് ഡ്രൈവർമാരും പരിസരത്തുള്ളവരും പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO അഴിമതി കേസിൽ പ്രതി ചേർത്ത സംഭവത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO അഴിമതി കേസിൽ പ്രതി ചേർത്ത സംഭവത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു ചേർന്ന പൊതുയോഗം DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 82 കോടി രൂപ 2,82,00,000 രൂപ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും പിണറായി വിജയനെയാണ്. ആ പിണറായി വിജയൻ നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് കേരള ജനത ആവശ്യപ്പെടുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഈ 8.5 വർഷത്തെ ഭരണം കേരളത്തിലെ ജനങ്ങളെ ആകെ പട്ടിണിയിലാക്കിയിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, A രൂപേഷ്, പ്രശാന്ത് കോറോം, KP മോഹനൻ, VM പീതാംബരൻ, N ഗംഗാധരൻ, KV മോഹനൻ, ആകാശ് ഭാസ്കരൻ, ലതിക PP, പുഷ്പ തറമ്മൽ, C പൂമണി, കച്ചേരി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് ALP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് മുറികൾ തുറന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടത്തിന്റെയും സ്കൂളിന്റെ 111ാം വാർഷികത്തിന്റെയും AC ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടോത്ത് ALP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് മുറികൾ തുറന്നു. കേരള പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടത്തിന്റെയും സ്കൂളിന്റെ 111ാം വാർഷികത്തിന്റെയും AC ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയും ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കാനില്ല, അത് കുറച്ച് അകലെയാണെന്ന് മാത്രം. അതുകൊണ്ട് ദീർഘമേറിയ ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇവിടെയും പരിപാടി ആരംഭിക്കാൻ വൈകി. ഇനി സംസാരിക്കാൻ സുഹൃത്തുക്കളുണ്ട്, ജനപ്രതിനിധികളും പ്രമുഖരുമായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ. അതോടൊപ്പം തന്നെ കലാസന്ധിയുമുണ്ട്. നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു പുതിയ കെട്ടിടം, അതിനനുസൃതമായി AC സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ ഉണ്ടാകേണ്ടത് നമ്മുടെ വർത്തമാനകാലത്ത് കാലിക പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്
ആധുനികമായ നിരവധി ശാസ്ത്ര സാങ്കേതിക മാറ്റങ്ങൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. LSS ഉന്നത വിജയം കൈവരിച്ച ആരുഷി സനേഷിനെ മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ മത്സര വിജയികൾക്ക് പയ്യന്നൂർ AIO TV ജ്യോതി ബസു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് PV സനില റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TP സമീറ, VV സജിത, കൗൺസിലർമാരായ KK ഫൽഗുനൻ, KU രാധാകൃഷ്ണൻ, മാനേജ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി M വനജാക്ഷി, K പവിത്രൻ, K ജയരാജ്, P ജയൻ, സ്കൂൾ മാനേജർ A ശാന്തകുമാരി, PTA പ്രസിഡന്റ് P ഷിജിത്ത്, മദർ PTA പ്രസിഡന്റ് EV രമ്യ, T മാധവൻ മാസ്റ്റർ, സംഘാടക സമിതി ചെയർമാൻ C കരുണാകരൻ, AK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന പരിപാടി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു രാപ്പകൽ സമരം നടത്തിയത്. സാധാരണക്കാരന്റെ ഹൃദയവേദന തൊട്ടറിയാത്ത ഇടതു സർക്കാർ ജനരോഷത്തിനു മുന്നിൽ തകർന്നടിയുമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിനു മുന്നിൽ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. വളരെ സജീവമായ ഒരു ഘട്ടത്തിലാണ്. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് UDF ഈ സർക്കാരിന്റെ പൊതുവായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് വരുന്നു. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ പറയും, എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്. UDF മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, VK ഷാഫി, ഹരീഷ് KT, പ്രശാന്ത് കോറോം, P രത്നാകരൻ, VKP ഇസ്മയിൽ, അത്തായി പത്മിനി, KP മോഹനൻ, ഫായിസ് കോവായി, VM പീതാംബരൻ, PV പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഉത്തര മലബാറിലെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കാവുകളിലും കഴകങ്ങളിലും മറത്തുകളി അരങ്ങേറി. ഇരവിനെ പകലാക്കി പണിക്കന്മാർ നടത്തിയ പാണ്ഡിത്യ പോരാട്ടം ആസ്വാദകർക്ക് വിസ്മരിക്കാനാവാത്ത അനുഭവമാണ് നൽകിയത്. പൂരക്കാലമായ കാവുകളിലും കഴകങ്ങളിലും 18 നിറങ്ങളിൽ പൂരക്കളിയുടെ ചടുല ചലനങ്ങൾ നിറയും. കാമന്റെ തിരിച്ചുവരവിനായി 18 കന്യകമാർ 18 നിറങ്ങളിൽ പാടിക്കളിച്ചതാണ് പൂരക്കളി എന്നാണ് ഐതിഹ്യം. പൂരോത്സവത്തെ ധന്യമാക്കുന്ന പൂരക്കളി ആദ്യകാലത്ത് സ്ത്രീകൾ തന്നെയാണ് കളിച്ചിരുന്നത്. വ്രീളാക്ഷിമാരാലത് ആകാതെ വന്നപ്പോൾ പുരുഷന്മാർ ഏറ്റെടുത്തുവെന്നാണ് പൂരക്കളിപ്പാട്ടിന്റെ വാമൊഴി. പൂരം കുളിക്ക് മുമ്പായാണ് ഓരോ ക്ഷേത്രങ്ങളിലെയും പൂരക്കളി, മറത്തുകളി എന്നിവ നടന്നുവരുന്നത്. ഇതിന്റെ പ്രാരംഭ നടപടികൾ എന്ന നിലയിൽ സംസ്കൃത പണ്ഡിതന്മാരായ പൂരക്കളി പണിക്കന്മാരെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം അതാത് ക്ഷേത്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മറത്തുകളിയാണ് പൂരക്കളിയിലെ പാണ്ഡിത്യപ്രധാനമായ ഇനം. കാവുകളിലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ പണിക്കന്മാർ കളരിമുറയിൽ കെട്ടിച്ചുറ്റി ശാസ്ത്രം, തർക്കം, ജ്യോതിഷം, നാട്യശാസ്ത്രം, രാഷ്ട്രമീമാംസ എന്നീ വിഷയങ്ങളിലെല്ലാം വാദപ്രതിവാദം നടത്തുന്നു. പണിക്കന്മാരുടെ വാക്ചാതുര്യം, പാണ്ഡിത്യവും മാറ്റുരയ്ക്കുന്ന വാക്യാർത്ഥ സദസ്സാണിത്. പൂരക്കളി കാണാൻ ഗ്രാമമൊന്നാകെ പൂരക്കളിപ്പന്തലിലേക്ക് ഒഴുകിയെത്തും. 1-ാം നിറം മുതൽ 18 വരെയുള്ള പൂരമാല കഴിക്കുകയെന്ന ചടങ്ങാണ് പൂരക്കളിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഏടുകൾ അടർത്തിയെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ചോദിച്ചും പറഞ്ഞും പണിക്കന്മാർ പരസ്പരം കൊമ്പുകോർക്കുന്ന വാക്യാർത്ഥ സദസ്സാണ് മറത്തുകളി. തീയ സമുദായങ്ങളുടെ പൂമാലക്കാവുകളിലും മറ്റ് ദേവസ്ഥാനങ്ങളിലുമാണ് പൂരക്കളിയും മറത്തുകളിയും പ്രധാനമായും ആഘോഷമായി കൊണ്ടാടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ആ തൊഴിൽ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയണം എന്ന ലക്ഷ്യത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇതുപോലൊരു സംവിധാനം കേരളത്തിനകത്ത് വ്യാപകമായി കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭയിലും ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. തൊഴിലാത്ത ആളുകൾക്ക് വരാനും ഏത് തൊഴിലവസരങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അവർക്കത് ലഭിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും നഗരസഭ എന്ന നിലയിൽ മുൻകൈയെടുത്തുകൊണ്ട് നടത്തുകയും ചെയ്യും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വിജ്ഞാന കേരളം പരിപാടിയുടെ ഭാഗമായി അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെഡിസ്കിന് കീഴിൽ കേരള നോളജ് എക്കോണമി മിഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് നഗരസഭയിലും പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിലന്വേഷകരെ തൊഴിൽമേളകളിൽ അണിനിരത്തി തൊഴിൽ ലഭ്യമാക്കുക, വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി സെന്ററിലൂടെ നടപ്പിലാക്കും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രവി രാമന്തളി പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ വി ബാലൻ, കോർഡിനേറ്റർ VP സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന 1000-ഓളം പേർക്കാണ് അന്നദാനം ഒരുക്കുന്നത്. അവസാന ദിവസമായ പൂരം നാളിൽ 6000-ഓളം പേർക്കുള്ള പൂരക്കഞ്ഞിയും തയ്യാറാക്കും. ശാക്തേയ കാവുകളിൽ പ്രധാനപ്പെട്ട മാടായി തിരുവർക്കാട്ട് കാവിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണ് നടക്കുക. ഉത്സവത്തിന് വൻ ജനപങ്കാളിത്തവും ഉണ്ടാകാറുണ്ട്. പൂരോത്സവത്തിന്റെ ഭാഗമായി ദിവസേന ക്ഷേത്രത്തിലെത്തുന്ന 1000-ഓളം പേർക്ക് അന്നദാനം ഒരുക്കുന്നു. പായസം ഉൾപ്പെടെ വ്യത്യസ്ത വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രസാദ സദ്യ. ഭക്ഷണം നൽകുന്നതിനായി വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവസാന ദിവസമായ പൂരം നാളിൽ 6000-ഓളം പേർക്ക് പൂരക്കഞ്ഞി തയ്യാറാക്കുമെന്നും സംഘാടകർ പറയുന്നു. ഈ വർഷത്തെ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെയധികം ശ്രദ്ധേയമാണ്. ഈ വർഷത്തെ അന്നദാനം നമ്മൾ എല്ലാവിധ വിഭവ സമൃദ്ധമായ സദ്യയോടുകൂടി തന്നെയാണ് ഒരുക്കുന്നത്. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വത്തിന്റെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെയും മറ്റു വളണ്ടിയേഴ്സിൻ്റെയുള്ള വളരെ നിസ്വാർത്ഥമായ സേവനം നമ്മുടെ ഈ ഒരു ഉദ്യമത്തിൽ വളരെ സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന മകന്നാളിൽ നമ്മൾ ഒരു വളരെ നല്ലൊരു സദ്യ തന്നെ ഭക്തജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 10-നാണ് ഇവിടെ ചരിത്രപ്രസിദ്ധമായ പൂരംകുളി ചടങ്ങ് നടക്കുക. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രം നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് സ്ഥാപിച്ച 3 ടോയ്ലറ്റുകളും ഉപയോഗശൂന്യമായി. 2015-16 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് അടുത്തടുത്തായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഇവ സ്ഥാപിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2015-16 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തിയാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. 11,82,544 രൂപ ചിലവിലാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് അടുത്തടുത്തായി 3 ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇവ ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. ടോയ്ലറ്റ് ഉപയോഗിക്കാതിരുന്നതുകൊണ്ടാണ് കേടായതെന്നാണ് അധികൃതർ പറയുന്നത്. മെഡിക്കൽ കോളേജിന് പുറത്ത് പൊതു ശൗചാലയം ഇല്ലാത്തത് ആശുപത്രിയിലെത്തുന്ന ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടുകൾ സംസ്ഥാനത്തെ LDF സർക്കാർ വെട്ടിക്കുറച്ചു എന്ന് ആരോപിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ രാപ്പകൽ സമരം നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി കിഫ്ബിയെ കുടിയിരുത്തിയ സംസ്ഥാന സർക്കാർ ഇതിന്റെ പേരിലും ജനങ്ങളുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ആരോപിച്ചു. സേവനത്തിന്റെ പേരിൽ കൈക്കൂലി വാങ്ങി ആകെ തൊടാതെ വിഴുങ്ങിയ മകളുടെ പ്രതിയാക്കി കുറ്റവിചാരണ നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോഴും പറയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. നിരന്തരമായി പറഞ്ഞാൽ തീരില്ല പ്രിയപ്പെട്ടവരെ. ഏതെല്ലാം മേഖലയിൽ ക്ഷേമ പെൻഷന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. പെട്രോളിന് കേന്ദ്രം വില കൂട്ടിയപ്പോ കേരളത്തിന് കിട്ടേണ്ടുന്ന നികുതി വേണ്ടെന്ന് വെച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലം നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ കേന്ദ്രം വില കൂട്ടിയപ്പോ കേരളത്തിനുള്ള വിഹിതം
വേണ്ടെന്ന് വെക്കുന്നതിന് പകരം അത് വേണ്ടെന്ന് വെച്ചില്ല എന്ന് മാത്രമല്ല 2 രൂപ 1 ലിറ്ററിന് സെസ് ചുമത്തിയവരാ നിങ്ങൾ. 106 രൂപക്ക് പെട്രോൾ വാങ്ങുന്നിടത്ത് 101 രൂപ 101 രൂപയാണ് കർണാടകയിൽ മംഗലാപുരത്ത്. 4ഉം 5ഉം രൂപ അധികം വെച്ചുകൊണ്ട് കേരളത്തിൽ ഈ സെസ് ചുമത്തിക്കൊണ്ട് പെൻഷൻ കൊടുക്കാനെന്ന പേരിൽ ജനങ്ങളെ ഏതെല്ലാം നീതിയിൽ പിഴിഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 3 പതിറ്റാണ്ടിലധികമായി പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്രമമായി നടന്നുവരുന്നതിന് അനുവദിച്ചിരുന്ന ഫണ്ടുകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് UDF ചെയർമാൻ PP റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ, പഞ്ചായത്ത് UDF ചെയർമാൻ TP അഹമ്മദ്, EV ദാമോദരൻ, P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, C രവി, സത്താർ വടക്കുംപാട്, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, EM ആനന്ദവല്ലി, VV അബ്ദുള്ള ഹാജി, C ചന്ദ്രമതി, OT അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MDP കരീം, PKM കുട്ടി എന്നിവർ പ്രസംഗിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് രാപ്പകൽ സമരം അവസാനിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിൽ അപകട ഭീഷണിയായതിനെ തുടർന്ന് മുറിച്ചുമാറ്റിയ മരത്തിന്റെ കുറ്റി മറ്റൊരു അപകടക്കെണിയാവുന്നു. മാതമംഗലം ടൗണിന് സമീപത്താണ് റോഡരികിൽ മുറിച്ച മരത്തിന്റെ അവശേഷിച്ച ഭാഗം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകടക്കെണിയൊരുക്കുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം ടൗണിന് തൊട്ടടുത്തായാണ് ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നിലയിൽ മരത്തിന്റെ അടിഭാഗമുള്ളത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് റോഡിനോട് ചേർന്ന് മുറിച്ച മരത്തിന്റെ വേരുൾപ്പെടെയുള്ള അവശേഷിച്ച ഭാഗമുള്ളത്. മഴക്കാലമാകുന്നതോടെ പുല്ലും കാടും കയറി കാണാത്ത രീതിയിലായാൽ വൻ അപകടമായിരിക്കും ഉണ്ടാവുകയെന്ന് സമീപവാസികൾ പറയുന്നു. ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടാൻ സാധിക്കാത്ത വിധത്തിലാണ് ശേഷിച്ച ഭാഗമുള്ളത്. അതിനാൽ അപകട സാധ്യത കൂടുതലാണെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു. മരക്കഷ്ണത്തിന്റെ വണ്ടികൾക്ക് സൈഡാക്കാനും അതുപോലെ തന്നെ വാഹനങ്ങൾ നല്ല വീതിയുള്ള റോഡാണ് വെച്ചാൽ വണ്ടി നല്ല സ്പീഡിൽ വരുമ്പോൾ ഇതിന്റെ മേലെ കയറി മറിയാനും സാധ്യതയുണ്ട്. വളരെ പ്രയാസം തന്നെയാണ്. അത് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് ഈ മരക്കട്ടി ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന്റെ അതിഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇത് മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വലിയ അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും ഇത് ഭീഷണിയായി മാറിയതായി സമീപവാസികൾ പറയുന്നു. അപകട ഭീഷണിയായ മുറിച്ച മരത്തിന്റെ അവശേഷിച്ച ഭാഗം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചെറുതാഴത്ത് മൾട്ടിപർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാനൊരുങ്ങി EK നായനാർ സ്മാരക സാംസ്കാരിക വേദി. ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം ഏപ്രിൽ 6 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം സെന്റർ EK നായനാർ സ്മാരക സാംസ്കാരിക വേദി 20ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ലഹരിക്കെതിരായുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും പൊതുയിടങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയും ഒരു മൾട്ടിപർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാനൊരുങ്ങുന്നത്. ചെറുതാഴം സെന്റർ EMS വായനശാലയ്ക്ക് സമീപത്തുള്ള 1.5 ഏക്കർ ഭൂമി വില കൊടുത്തു വാങ്ങിയാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ, നീന്തൽ, റണ്ണിംഗ് സ്പേസ്, ഓപ്പൺ ജിം, ചിൽഡ്രൻ വയോജന പാർക്ക്, ഓപ്പൺ ഓഡിറ്റോറിയം തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകളെയും ഒരുമിച്ച് നിർത്താനുള്ള പദ്ധതിക്കാണ് സാംസ്കാരിക വേദി തുടക്കമിടുന്നത്. വിവിധ പദ്ധതികളിലൂടെയും ജനകീയ കൂട്ടായ്മയിലൂടെയും ധനസമാഹരണം നടത്തിയാണ് സ്ഥലമേറ്റെടുക്കുവാനുള്ള പ്രവർത്തനം നടത്തുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ആരംഭമായി ഏപ്രിൽ 6 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം നടക്കും. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. പിലാത്തറയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രതീഷ് പടോളി, TV മനോജ്, KP അശോകൻ, KP ഷനിൽ, K സുധീഷ്, E വസന്ത എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച LDF സർക്കാരിന്റെ നടപടിക്കെതിരെ UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് SKP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച LDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ നടത്തിയ രാപ്പകൽ സമരം മണ്ഡലം പ്രസിഡന്റ് SKP സഖറിയ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. MP ഉണ്ണികൃഷ്ണൻ, M പവിത്രൻ, SU റഫീഖ്, സഹീദ് കായിക്കാരൻ, AP ബദറുദ്ദീൻ, കക്കോപ്രവൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മൂക്ക് കയറിട്ട് പിടിച്ച് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പുതിയങ്ങാടി CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം
പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർക്കുള്ള ഹജ്ജ് പഠന ക്ലാസ് നടത്തി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർക്കുള്ള ഹജ്ജ് പഠന ക്ലാസ് നടത്തി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സഹീദ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകാം. ആ പ്രാർത്ഥനയിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ ഹജ്ജ് ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കെ മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഹജ്ജ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി AV അബ്ദുൽ നാസർ, പുതിയങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് ഖലീലുർ റഹ്മാൻ ഗാഷിഫി, അബ്ദുൽ ഷുക്കൂർ ഫൈസി പുഷ്പഗിരി, KT അബ്ദുൽ കരീം ഹാജി, A ബീരാൻ ഹാജി, AP ബദ്രുദ്ദീൻ, SU റഫീഖ്, S സുബൈർ, KC ഫൈസൽ, K അബ്ദുൽ ഖാദർ, മഞ്ഞ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വിദ്യാർത്ഥികൾക്കായി ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയും കാസർഗോഡ് ഫയർഫ്ലൈസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിച്ച ക്യാമ്പ് തുടങ്ങി. വലിയപറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന ശീർഷകത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് ചെറിയ പ്രായത്തിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വലിയപറമ്പിൽ നടന്നുവരുന്ന ക്യാമ്പിൽ കാസർഗോഡ് ഫയർഫ്ലൈസിനായി പ്രോഗ്രാം കോർഡിനേറ്റർ UV ദീക്ഷിതാണ് ഏകോപിപ്പിക്കുന്നത്. 2015 മുതൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടന കാസർഗോഡ് യുവജന ശാക്തീകരണ സംഘടനയായ ഫയർഫ്ലൈസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുമായി ചേർന്നാണ് 2 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്. ദുരന്ത നിവാരണ പ്ലാൻ, ചുമർചിത്രങ്ങൾ ഒരുക്കുക, പോസ്റ്റർ നിർമ്മാണ പ്രദർശനം തുടങ്ങിയവ നടത്തിവരുന്നുണ്ട്. മാറിയ കാലാവസ്ഥയിൽ ചൂടുകൂടുന്നത് മൂലം മൃഗങ്ങളും പക്ഷികളും നേരിടുന്ന വിഷമതകൾ ബോധ്യപ്പെടുത്തുക എന്നത് സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിന്റെ മുഖ്യ ലക്ഷ്യങ്ങളാണ്. ഇരുണ്ട ചർമ്മങ്ങളുള്ള മൃഗങ്ങളെ ഉഷ്ണകാലം കാര്യമായി ബാധിക്കുമെന്നും ഉഷ്ണതരംഗത്തിൽ തൊഴുത്തിൽ തുള്ളിനന സൗകര്യമൊരുക്കുകയാണെങ്കിൽ മൃഗങ്ങൾക്ക് ആശ്വാസമാകുമെന്നും ക്യാമ്പിലൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി. 4 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 30-ൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വീട്ടിനടുത്ത് തോടില്ല, തോട് ചെറിയ എപ്പോഴെങ്കിലും തോട്ടിന്റെ വക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറയണം. എന്നിട്ട് നിങ്ങള് നമ്മുടെ തോർത്തല്ലേ കുളിക്കുമ്പോൾ വരുന്ന തോർത്ത്, ആ തോർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയ കണ്ണിച്ച എന്ന് പറയുന്നത് അതിങ്ങനെ പിടിച്ചിട്ട് അതിന് പോയി വിട്ടിട്ടുണ്ടോ? കിട്ടിയോ? ഇല്ല, കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ നമ്മളെ സ്കൂൾ കുട്ടിയാല് നമ്മെ ആദ്യം ഓടിച്ചാടി പോകുന്നു. വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, ഡോക്ടർ അഹ്ന അമീർ, C കുമാരൻ മാസ്റ്റർ, VU ദീക്ഷിത്, NK മുഹമ്മദ് കുഞ്ഞി, CK ലത, അബ്ദുൾ ലത്തീഫ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിവസം ചെയ്ത ചിത്രരചന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചാർട്ടുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കൊപ്പം പൊതുജനങ്ങൾക്കും ഞായറാഴ്ച പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വലിയപറമ്പ് മാവില കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MT മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരം ഏപ്രിൽ 6-ന് ഞായറാഴ്ച K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ക്ലബിന്റെ 27ാമത് വാർഷികാഘോഷവും കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് നിർമ്മാണ കമ്മിറ്റി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 6-ന് വൈകുന്നേരം 3 മണിക്ക് K സുധാകരൻ MP കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. 100 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഫോട്ടോ അനാച്ഛാദനം DCC പ്രസിഡന്റ് PK ഫൈസൽ നിർവഹിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യാതിഥിയാകും. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ ഇന്ദിരാജി അനുസ്മരണം നടത്തും. 2 നില കെട്ടിടത്തിൽ ലൈബ്രറി, ഓഫീസ് മുറി, റീഡിംഗ് കോർണർ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി, EK സിദ്ദീഖ്, ഡോക്ടർ MK സുബേർ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. MAUP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അബ്ദുൾ റസാഖ്, P വത്സല എന്നീ അധ്യാപകരെ ആദരിക്കും. രാത്രി 8 മണിക്ക് പ്രമുഖ ഗായകൻ രതീഷ് കണ്ടടുക്കം നയിക്കുന്ന പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും.
ഏപ്രിൽ 14-ന് വാർഷികാഘോഷ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. രാവിലെ 10 മുതൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തും. വൈകുന്നേരം 5 മണിക്ക് വാർഷികാഘോഷം DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. രാത്രി 8-ന് വിഷു നൈറ്റ് നൃത്ത സംഗീത വിസ്മയം അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ EK മുഹമ്മദ് കുഞ്ഞ്, K അശോകൻ, KM സുരാഗ്, K ശീലൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചന്തേര മടിയൻ തറവാട് ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച ചന്തേര മടിയൻ തറവാട് ഭവനത്തിന്റെ ധർമ്മദൈവ ബിംബ പ്രതിഷ്ഠയും കലശാട്ടും മെയ് 7, 8, 9 ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കും. മെയ് 9-ന് രാവിലെ 8:40-നും 11:47-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ബിംബപ്രതിഷ്ഠ നടക്കും. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം. MDMAയുമായി യുവതികളും യുവാക്കളും എക്സൈസിന്റെ പിടിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനി, കോൾമൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 2 യുവതികളെയും 2 യുവാക്കളെയും പിടികൂടിയത്. ഓലയമ്പാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓലയമ്പാടി മടയമ്മക്കുളത്തെ VV കുഞ്ഞാമിനയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. പയ്യന്നൂർ പെരുമ്പയിൽ PWയുടെ ഓവുചാൽ നിർമ്മാണം ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. നേരത്തെ വെട്ടിമാറ്റിയ കൂറ്റൻ മരത്തിന്റെ വേര് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO അഴിമതി കേസിൽ പ്രതി ചേർത്ത സംഭവത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.